നമുക്ക് ഫിസിക്സിനകത്ത് ഒന്നാമത്തെ ബുക്ക്, 2 ബുക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ബുക്ക് നമുക്ക് പഠിക്കാൻ ഉള്ളത് 2 ശാഖകളെ പറ്റിയാണ്. ഒന്ന് ശരിക്കും നമ്മൾ പഠിക്കുന്ന ശാഖ ഇലക്ട്രോമാഗ്നറ്റിസം. മാഗ്നറ്റിസം വേണം എഴുതിയിട്ടോണം കേട്ടോ. ഇതിൻ്റെ കൺസെപ്റ്റാണ്, ചാപ്റ്റർ എങ്ങനെ ബന്ധിപ്പിച്ച് കിടക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇനി പറഞ്ഞു തരുന്നത്. ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സിലെ ആദ്യത്തെ ബുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ കിടക്കുന്നത്. ആ ഇലക്ട്രോമാഗ്നറ്റിസത്തിന് 2 ശാഖകളുണ്ട്, 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും 2 ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ ആണല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്നാൽ ഇലക്ട്രോഡൈനാമിക്സ്, പേര് പറഞ്ഞ ഡൈനാമിക്സ് മീൻസ് മോഷൻ എന്നാണ് അല്ലേ. അപ്പം സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ, മൂവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജിനെ പറ്റി പഠിക്കുന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ ആ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് പഠിക്കുന്നത്. നമുക്ക് ഫിസിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്, ഫീൽഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇത് ചാർജ് റെസ്റ്റിലാണ്. ഇപ്പം ഞാൻ ഒരു ചാർജ്, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് വന്നാൽ റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ അട്രാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം 2 മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് മുട്ടിച്ച് വെക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് അകലത്തിലാണെങ്കിലും അത് എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യപ്പെടും. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചാർജിന് ചുറ്റിനും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. അതുകൊണ്ടാണ് 2 ചാർജ് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അട്രാക്ട് ചെയ്യുന്നത്. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് അടുത്ത് കൊണ്ടുവന്നാൽ മതി, അപ്പോൾ തന്നെ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ ഒക്കെ നമുക്ക് റിപ്പൾസീവ് ഫോഴ്സും ഒക്കെ അനുഭവപ്പെടാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചാർജ് എന്താണ്, ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, വേറൊരു ചാർജ് ആ ഇലക്ട്രിക് ഫീൽഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ചാർജ് അതിൻ്റെ മണ്ടയ്ക്ക് എന്തൊക്കെ ഫോഴ്സ് കൊടുക്കും, പിന്നെ ഇതിനകത്ത് കുറേ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പം വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ +1 ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്താണ് നമ്മൾ ഏകദേശം ഒരു 10-12ഓളം ഡെറിവേഷൻസ് പഠിച്ചത്. എന്നാൽ ഇവിടെ ഒരു ചാപ്റ്ററിനകത്ത് മാത്രം ഒരു 10 മുതൽ 12 ഡെറിവേഷൻ വരെ ഉണ്ട്. ഇപ്പം ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് തന്നെ നമുക്ക് ഒരു 8 to 9 ഡെറിവേഷൻ, 4, 2, 6 എങ്ങനെ പോയാലും ഒരു 8, 9, 10 ഇത്രയും ഇതിനകത്ത് എന്തെങ്കിലും ഇത്രയും ഡെറിവേഷൻസ് എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ 8 ആയിരിക്കും, 9, 10. അത് നമുക്ക് ചില സാധനങ്ങളൊക്കെ ഞാനൊന്ന് ചുരുക്കി റെഡിയാക്കി തരാം, ഡെറിവേഷൻസ് അല്ലാത്ത രീതിയിൽ ചെറുതാക്കി തരുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ കൂട്ടിക്ക് ഒരു 8 ഡെറിവേഷൻ ഇതിനകത്ത് കാണും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഗോസസ് തിയറം എന്നൊക്കെ പറഞ്ഞ് ഇത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 8 ഡെറിവേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, പ്ലസ് അതിൻ്റെ കൺസെപ്റ്റുകൾ. ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇവിടെ ചാർജ് റെസിസ്റ്റന്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഈ ചാർജിനടുത്തോട്ട് എനിക്ക് വേറൊരു ചെറിയ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം. പക്ഷെ നമുക്കറിയാലോ ഇത്രയും ഈ ഒരു റീജിയണിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നോക്കിയോ, ഈ പോസിറ്റീവ് ചാർജ് ഇതിനകത്ത് കയറ്റുമ്പോഴേ എന്ത് സംഭവിക്കും? ഇതിനെ റിപ്പൽ ചെയ്ത് കളയും. എന്നാലും എനിക്ക് ഈ പോസിറ്റീവ് ചാർജിനെ ഇതിന് തൊട്ടടുത്ത് കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ റിപ്പൾസീവ് ഫോഴ്സിനെതിരെ ഒരു വർക്ക് ചെയ്ത് വേണം ഇവിടെ കൊണ്ടുവെക്കാനായിട്ട്. ആ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അഭിരാമിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അഭിരാം? ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇവരെല്ലാം കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് പഠിച്ചായതുകൊണ്ട് ഇവർക്ക് ഓൾറെഡി ഇവർ ചോദിച്ചോളൂ കേട്ടോ. അഭിരാം? ഓക്കെ സർ. ഓക്കെ. ലോവിസിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ലോവിസ്, ഏഞ്ചലീന, ഏബിലിനൊക്കെ? ഏഞ്ചലീനയ്ക്ക് ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഒഴിക്കുകയാണ്, ഇതിന് ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. വേറൊരു പോസിറ്റീവ് ചാർജിന് എനിക്ക് വേറൊരു ചെറിയ പോസിറ്റീവ് ചാർജ് ഇതിനകത്തോട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കും, തെള്ളിയാലും എനിക്ക് ഇവനെ ഇവിടുന്ന് അടുത്തോട്ട് കൊണ്ടുവെക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം?
വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ ചാർജ് എന്തിൽ തന്നെയായിരുന്നു? ഈ ചാർജ് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഈ ചാർജ് റെസ്റ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിക്കുമ്പോഴും ചാർജ് റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലുള്ള ചാർജുകളെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഒന്ന് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മുടെ ഈ ഫാനിനകത്തും അല്ലെങ്കിൽ ടിവിയുടെ, കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ മദർ ബോർഡിനകത്ത് എന്താണ് ഈ ചെറിയ ചെറിയ കപ്പാസിറ്റർ ചാർജിനെ സ്റ്റോർ ചെയ്യാനൊരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് പറയുന്ന ഒരു ഭാഗമാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. പഠിക്കാം, അത് സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്, ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് ഒരു 10 ഡെറിവേഷൻ കാണും പഠിക്കാം. 10 ഡെറിവേഷൻ കാണും പഠിക്കാം. ഓൾമോസ്റ്റ് ആണ് 10. ഞാൻ ഒരു റഫ് കാൽക്കുലേഷൻ മാത്രമാണ് തരുന്നത്. 8, 10 എന്നൊക്കെ ഉള്ളത് ഏകദേശം അത്രയും കാണുമായിരിക്കും. ഓക്കെ, ഇനിയും നമ്മൾ പറഞ്ഞു ഈ 2 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ ചാർജ് റെസ്റ്റിലിരിക്കുമ്പോഴുള്ള കൺസെപ്റ്റ് പഠിക്കുന്നത്. ഇനി ചാർജ് മോഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ പഠിക്കണം. നമുക്കറിയാം, നമ്മൾ ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലോയിസേ നമ്മൾ പഠിച്ചത് 10ാം ക്ലാസ്സിൽ? ഫ്ലോ ഓഫ് ചാർജ് ഫ്ലോ ചെയ്താൽ എന്തുണ്ടാവുന്ന പഠിച്ചേ? അല്ലെ ഏബലിനാണ്, ആർക്കാണെ പറയാം, അഭിരാമിനും പറയാൻ കേട്ടോ. അഭിരാമി ഇവിടെ ഉണ്ടോ? പറഞ്ഞോ, ഒരാൾ പറയാമോ? ഏബൽ ആദ്യം. മാഗ്നറ്റിക് ഫീൽഡ് അല്ല, പറഞ്ഞു വേറെ കറണ്ട്. കാരണം നമ്മൾ പഠിച്ചത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിലെ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൂട്ടിക്കോ. ഇലക്ട്രോണിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു കണ്ടക്ടറിനകത്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്ത് കറണ്ട് ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താ ചെയ്തത്? റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും ചാർജിനെ പറ്റിയും കാര്യങ്ങളും എല്ലാം പഠിച്ചു. എന്നിട്ട് എന്തായാലും നമുക്ക് മനസ്സിലായി ഒരു ചാർജിന്റെ ഫീൽഡിലോട്ട് വേറൊരു ചാർജിനെ കൊണ്ട് വെക്കണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പോഴും മെയിൻ ചാർജ് റെസ്റ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യലിനെ പറ്റിയും പഠിച്ചു. ഇനിയും മറ്റേ ചാർജിനെ ഞാൻ മൂവ് ചെയ്യുക. മറ്റേ ചാർജിനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ചാർജ് മോഷനിലാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതാണ് കറണ്ട്. അപ്പോൾ ആ കറണ്ടിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് 3ാമത്തെ. കണ്ടോ, അപ്പോൾ ചാർജ് മോഷനിൽ വന്നു, കണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇലക്ട്രോ ഡൈനാമിക്സിലേക്ക് വന്നു. കൺസെപ്റ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി. അതാണ് നമുക്ക് 3ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 4ാമത്തെ കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ഏബിൾ പറഞ്ഞ തന്നെയാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പഠിച്ചായിരുന്നു ഏബിൾ? ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു റൈറ്റ് ഹാൻഡ് നമ്പർ റൂൾ വെച്ചിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ശരിക്കും അൾട്ടിമേറ്റ്ലി ഏബിൾ പറഞ്ഞായിരുന്നു കറക്റ്റ്. എന്താണ്? ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു, കറണ്ട് മൂലമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാം. പക്ഷേ ജനറൽ ആയിട്ട് പറയുമ്പോൾ എന്താണ്? ചാർജ് മൂവ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ചാർജ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് 4ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ. അതായത് കാരണം നമ്മൾ പറഞ്ഞു ഇതെല്ലാം കണക്ഷനാന്ന് പറഞ്ഞു. കണ്ടോ, ഇതുവരെ 4ാമത്തെ ചാപ്റ്റർ വരെ കണക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 1ാമത്തെ ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചാലേ ഈ പൊട്ടൻഷ്യലിനെ പറ്റി പഠിക്കാൻ പറ്റത്തുള്ളൂ. പൊട്ടൻഷ്യലിനെ പറ്റി വൃത്തിക്ക് പഠിച്ചാലേ കറണ്ടിനെ പറ്റി പഠിക്കാൻ പറ്റത്തുള്ളൂ. കറണ്ട് നന്നായിട്ട് പഠിച്ചാലേ മാഗ്നറ്റിസം പഠിക്കാൻ പറ്റത്തുള്ളൂ. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇനി 5ാമത്തേത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ നമുക്ക് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നോർമലി ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ എർത്തിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അല്ലേ? അത് നമ്മൾ പഠിക്കും. മാഗ്നസോൺ എന്ന് പറയുന്ന ഗ്രീസിലെ ഒരു സ്ഥലത്താണ് ശരിക്കും മാഗ്നറ്റിസത്തെ പറ്റി ആദ്യം കണ്ടുപിടിക്കുന്നത്. അവിടുത്തെ ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കാൻ പോയ സമയത്ത് അതായത് സ്റ്റഡുള്ള ഷൂ ഇട്ടു. സ്റ്റഡുള്ള, കാരണം ഈ മലയിലൊക്കെ പോകുമ്പോൾ ഇറങ്ങാതിരിക്കാൻ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇരുമ്പിൻ്റെ സ്റ്റഡ് ആയതുകൊണ്ട് തന്നെ പല ഭാഗത്ത് വരുമ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവരുടെ അന്നത്തെ ഈ ഫിലോസഫേഴ്സും, അന്ന് ഈ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലല്ലോ, ഫിലോസഫേഴ്സാണ് എല്ലാവരും, അവർ കണ്ടെത്തി ഇവിടെ എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതാണ്. പിന്നീട് അത് ഭാവിയിൽ എന്ത് ചെയ്തു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിട്ട് അത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടന്നു. അപ്പം നമുക്കറിയാം അവിടെ കറണ്ട് ഉണ്ടായതുകൊണ്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? അതല്ല, അവിടെ അത് എന്താണ് നാച്ചുറൽ കൺസെപ്റ്റാണ്. അപ്പം നമുക്ക് അങ്ങനെയും മാഗ്നറ്റ് ഉണ്ട് ഇല്ലേ? അപ്പം ഏതെങ്കിലും ഒരു മാറ്റർ മാഗ്നറ്റ്, ഇപ്പോൾ ബാർ മാഗ്നറ്റ് എടുക്കാം, അതൊരു നാച്ചുറൽ കൺസെപ്റ്റ് തന്നെയാണ് ഇല്ലേ? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ഒരു നാച്ചുറൽ കൺസെപ്റ്റ് തന്നെയാണ്.
ഇല്ലേ? ഭൂമിയിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന കല്ലുകളുണ്ട്, പല ഭാഗത്തും കല്ലുകളുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന കല്ലുകൾ. അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് നാച്ചുറലായിട്ട്. അപ്പോൾ അതൊരു മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, അത് ഒരിക്കലും ചാർജ് ഫ്ലോ ചെയ്തുണ്ടായതല്ല, അത് മാഗ്നറ്റിസമായിട്ടല്ല, എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ, മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ആ ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിസം, അതിനെ പറ്റിയൊക്കെ അങ്ങനെയുള്ള കൺസെപ്റ്റ്, നാച്ചുറലായിട്ട് ഉള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറ്റി, അതായത് ഒരിക്കലും ചാർജ് ഫ്ലോ ചെയ്തുണ്ടാക്കാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മാഗ്നറ്റിസം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മാറ്ററിനെ പറ്റിയോ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് എന്നൊക്കെ പ്ലസ് വണ്ണിൽ എവിടേക്കോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തലോടി വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഓരോന്നും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ അത് ഓൾറെഡി 5ാമത്തെ ചാപ്റ്ററിൻ്റെ ബന്ധം മനസ്സിലായി. 6ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്, നമുക്കറിയാം ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിസം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു ഇല്ലേ? ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും, കറണ്ട് പോലെ മാഗ്നറ്റിസം ഉണ്ടാവും. എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, മാഗ്നറ്റിസത്തിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? മാഗ്നറ്റിസത്തിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് ആക്ച്വലി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. എൻ്റെ അടുക്ക 10ാം ക്ലാസ് പഠിച്ച പിള്ളേർക്ക് എന്തൊക്കെയോ ഞാനിങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയൊക്കെ ചില കാര്യങ്ങളൊന്നും ബേസ് ആയിട്ട്, ഏഞ്ചലിനെ ഓർക്കുന്നുണ്ടോ? അത് 2 വർഷമായി എന്തായാലും. ഇനിവേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തലോടി വിട്ടിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് 7th പഠിച്ച സമയത്ത്. ഓക്കെ, അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കറണ്ടിന് മാഗ്നറ്റിസം ഉണ്ടാക്കാൻ കഴിവുള്ള പോലെ തന്നെ മാഗ്നറ്റിസത്തിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രിൻസിപ്പിളിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, കറണ്ടിന് ജനറേറ്റർ, മോട്ടറല്ല ജനറേറ്റർ. നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പരിപാടി നടത്തുകയാണ്. ഒരിക്കലും KSEBയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. കാരണം എന്താ, ഇവർ എപ്പോഴാണ് ഓഫ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു വെളിയിൽ ഒരു യൂണിറ്റ് കൊണ്ടിടും ജനറേറ്ററിൻ്റെ. ആ ജനറേറ്ററിനകത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതെന്താ, അത് ചേഞ്ചിങ് മാഗ്നറ്റിസം ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൽ കറണ്ട് ഉണ്ടാകുന്നു. ആ കറണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ലൈനിൽ കെട്ടിയിട്ട് നമ്മൾ ആ പ്രോഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ നടത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി 7ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും, അപ്പോൾ ഇത്രയും കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 7ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ കറണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സമയത്ത് കറണ്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആൾട്ടർനേറ്റ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും. ഡയറക്റ്റ് കറണ്ട് വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല, അത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി, കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആണ് അതിന്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയതായിട്ട് പഠിക്കാനില്ല. എന്നാൽ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന കറണ്ട് എന്താ, നമ്മുടെ വീട്ടിൽ അതായത് നമുക്ക് മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത് ഇല്ലേ? അത് പല സബ് സ്റ്റേഷനിലൂടെ കടന്ന് നമ്മുടെ വീടിനടുത്തൊരു ട്രാൻസ്ഫോമർ വന്നിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് 220 വോൾട്ട് ആക്കി നമ്മുടെ വീട്ടിൽ പവർ കിട്ടും. അപ്പം ആ കറണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ്. നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ മഴയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇടിയൊക്കെ വെട്ടുമ്പോഴോ അല്ലെങ്കിൽ ചില സമയത്ത് ഏതെങ്കിലും, അതിപ്പോൾ മഴ വേണമെന്നൊന്നുമില്ല, ചില സമയത്ത് കൂടുതൽ പവർ നമ്മുടെ എന്താണ് ട്രാൻസ്ഫോമറിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പവർ കയറി വരിക, ചിലപ്പോൾ വോൾട്ടേജ് ഡൗൺ ആവാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, വോൾട്ടേജ് കുറവാണ്, ഫാൻ കറങ്ങുന്നില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവാണ്, TV വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AC കറണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് AC കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒത്തിരി കൺസെപ്റ്റ് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതൊരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കണം. ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഇനി ഒരൊറ്റ ചാപ്റ്ററോടെ ഉള്ളൂ, കണക്ഷൻ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ. ഇത് പക്ഷേ നെക്സ്റ്റ് ബുക്കിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഏതൊരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്താലും റേഡിയേഷൻ എമിറ്റ് ചെയ്യും. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി വേവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു.
റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, UV റേസ്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ കൺസെപ്റ്റ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും ചെറിയ ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിപ്പിച്ച് തീർക്കാനായിട്ട് സാധിക്കും. ഒറ്റ മണിക്കൂറത്തെ കാര്യമുള്ളൂ, only 1 hour. അതായത് നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ 3-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് ചോദിക്കുകയുള്ളൂ. സിമ്പിളായിട്ട് അതിനകത്തുനിന്ന് ചോദിക്കുന്നതിന് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് ചോദിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അതായത് ഗാമ റേ, UV റേ, അൾട്രാവയലറ്റ്, വിസിബിൾ സ്പെക്ട്രം, റേഡിയോ, മൈക്രോവേവ്, ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസും അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ വേവ് ലെങ്ത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും. പിന്നെ അതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴത്തേക്കും പറയാം, കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ ഈ കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല, ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് എന്തായാലും അവിടെ വരുമ്പോഴത്തേക്കും പറഞ്ഞു തരാം, അതിനകത്ത് കുറേ കൺസെപ്റ്റ് ഒക്കെ പറയാനുണ്ട്. എന്നാലും നമുക്ക് ഒരു 1 മണിക്കൂറിനുള്ള ആ ചാപ്റ്റർ തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കണക്ഷൻ ചാപ്റ്റർ. ഇതിൻ്റെ കണക്ഷൻ ഇപ്പോൾ മനസ്സിലായോ? ഏബൽ എങ്ങനെയുണ്ട്? ഏബൽ ഓക്കെ, ഇങ്ങനെയാണോ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ആ കണക്ഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറ്റും. ഇതിങ്ങനെയാണ്, ഇതുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എല്ലാ വർഷവും ഫസ്റ്റ് ക്ലാസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് അറിയാൻ ചുമ്മാ ഡയറക്റ്റ് അതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടൊരു കണക്ഷൻ കിട്ടില്ല. ഇനി സ്കൂളിലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നമല്ല, അവർക്ക് എന്തായാലും ടോപ്പിക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ചിലപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ തുടങ്ങും. ഇത് രണ്ടും ഇതിൻ്റെ ഇടയ്ക്കത്തെ കൺസെപ്റ്റ് ഉണ്ടോ, 3 ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് ഡിഫറൻസ് ഇത് തമ്മിലുണ്ട്. ഇതും മനസ്സിലാകത്തില്ല, ഇതും മനസ്സിലാകത്തില്ല. ഇനി ചില ടീച്ചർമാർ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇവിടെ തുടങ്ങിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജ് പഠിച്ചിട്ട് നേരെ മാഗ്നറ്റിസത്തിലോട്ട് പോകും. ഈ പൊട്ടൻഷ്യൽ എന്താ, ഇതെന്താ, എന്നിട്ട് ഈ മാഗ്നറ്റിസത്തിനകത്ത് നമുക്ക് ഈ 2 ചാപ്റ്ററിലെ കുറേ ഡെറിവേഷനും കൺസെപ്റ്റിനകത്ത് ഇക്വേഷൻസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യണം. അതൊക്കെ കാണാൻ പഠിക്കാൻ പറയാം. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്താണ്, അവർ ടോപ്പിക്ക് തീർത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 ടീച്ചർമാരുണ്ടല്ലോ. നമ്മൾ ഇവിടെ ഓർഡറിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി ബോർഡ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഇനി നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് പഠിപ്പിക്കാം കേട്ടോ. അല്ലാതെ ഇപ്പം നമുക്ക് ഈ ഒരു പാറ്റേണിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് സാധനം മനസ്സിലാവും. അതുകൊണ്ടാണ്. ഇനി 8 ചാപ്റ്റർ ആയുള്ളൂ. ഇനി നമുക്ക് 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഒന്നാണ് ഇത്രയേ ഉള്ളൂ കണക്റ്റഡ് ചാപ്റ്റേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റേ ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളുടെയും ഡീറ്റെയിൽഡ് വേർഷനാണ് ഈ റേ ഒപ്റ്റിക്സ്. കുറേ ഡെറിവേഷൻ ഇതിനകത്ത്, ഡെറിവേഷൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. തന്നെ ആദ്യത്തേതിനകത്ത് 10, രണ്ടാമത്തേതിനകത്ത് 10, മൂന്നാമത്തേതിനകത്ത് ഒരു 8 എണ്ണം കാണും, നാലാമത്തേതിനകത്താണ് ഒരു റേ ഒപ്റ്റിക്സും ഇതുമാണ് ഏറ്റവും കൂടുതൽ ഒരു 15 ഡെറിവേഷൻ കാണും. 12 കൂട്ടിയാൽ മതി. 15 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ, ആ ഒരു റേഞ്ചിലുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു 5-6 ഡെറിവേഷൻസ് എങ്ങാണ്ടേ പഠിക്കാനുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതേപോലെ ഒരു 8 ഡെറിവേഷൻ എന്തോ പഠിക്കാനുണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എങ്ങനെ കളിച്ചാലും ഒരു 6 to 7 ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് നമുക്കൊരു 2 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. റേ ഒപ്റ്റിക്സിനകത്ത് നമുക്കൊരു 20 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ഈ റേ ഒപ്റ്റിക്സും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സും ആണ് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്റർ. ഇതിനകത്തൊരു 20 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അതിൽ 15 എണ്ണം മസ്റ്റായിട്ടും പഠിക്കും. ഓക്കെ ആണല്ലോ. 20 എന്ന് പറഞ്ഞാൽ കണക്ക് 25ഒക്കെയാണ്, ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഡെറിവേഷൻ. പിന്നെ ചുരുക്കി ഞാനൊരു 20 ആക്കിയതാണ്. ഇനി അതിനകത്തൊന്നും കുറച്ചൊക്കെ ചുരുക്കുവാണെങ്കിൽ നമുക്കൊരു 15 ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. കാണാപ്പാടം പച്ചവെള്ളം പോലെ പഠിക്കണം. ഇനി 10ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സ് അത് ഇതുവരെ നിങ്ങൾ പഠിക്കാത്തതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് നമുക്കൊരു 5 to 6 ഡെറിവേഷൻ കാണും. ഓക്കെ, പിന്നെ 11ാമത്തെ ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഇത് നമ്മൾ പഠിച്ചാണ്. ഡ്യുവൽ നേച്ചർ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് ഒന്ന്, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതേപോലെ തന്നെ ഫോട്ടോ കറണ്ട് എന്താണ്, അതേപോലെ തന്നെ നമ്മളവിടെ പഠിച്ചത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒന്നുമില്ല, മെയിൻലി ഫോക്കസ് ഓൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതാണ് ഇവിടെ. പിന്നെ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഡെറിവേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്. ഇവിടെ
ഒരു 5 to 6 ഡെറിവേഷൻ ഉണ്ട്, കുറേ ഗ്രാഫ് പഠിക്കാനുണ്ട്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇവിടുത്തെ ഗ്രാഫ് ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് 4 ഗ്രാഫ് മൊത്തം 4 ഗ്രാഫ് ഉണ്ട് ഇതിനകത്ത്. ആ 4 ഗ്രാഫും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. പക്ഷേ ആൻസർ ഡയറക്റ്റ് ആ ഗ്രാഫ് വരച്ചു കൊടുത്താൽ മതിയായിരുന്നു, അതായിരുന്നു ആൻസർ. പല കുട്ടികൾക്കും അത് മനസ്സിലായില്ല ആ ഗ്രാഫ് ആയിരുന്നെന്ന്. അപ്പോൾ അവർ കുറേ പേര് തെറ്റു. പക്ഷെ എന്നാലും കൺസെപ്റ്റ് മനസ്സിലാക്കിയവരെല്ലാവരും ആ ഗ്രാഫ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 13ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്, 12ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റംസ് ആണ്. ആറ്റംസ് ഇത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് പഠിച്ച അതേ ടോപ്പിക്കാണ് നേരെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ഡെറിവേഷൻസ് എനിക്ക് തോന്നുന്നു 8 ഡെറിവേഷൻ കാണുമായിരിക്കും ഇതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ ഒരു 13ാമത്തെ ചാപ്റ്റർ ന്യൂക്ലിയയാണ്. ന്യൂക്ലിയർ നമ്മൾ 10ാം ക്ലാസ്സിൽ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ച കുറേ സാധനത്തിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, അതിൻ്റെയൊക്കെ കുറച്ചൊരു അഡ്വാൻസ്ഡ് വേർഷൻ. അതിനകത്തും നമുക്കൊരു 6 ഡെറിവേഷൻ, 6 to 7 ഡെറിവേഷൻ എന്തായാലും ഉണ്ട്. 14ാമത്തെ ചാപ്റ്ററാണ് സെമി കണ്ടക്ടേഴ്സിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 ഡെറിവേഷനോളം നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ ഇച്ചിരി ലെങ്തി ചാപ്റ്ററാണ്, ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ ഇതാണ് ഫിസിക്സിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓർഡർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു എഫക്റ്റ് കാണത്തുള്ളൂ. അപ്പം ഓർഡറിലാണ് മാക്സിമം പഠിപ്പിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ അറിയാമല്ലോ, സ്കൂളിൽ നമുക്ക് ട്യൂഷൻ്റെ പോലെയല്ല, സ്കൂളിൽ 2-3 മണിക്കൂറൊക്കെ വെച്ച് അവർക്ക് ക്ലാസ് കിട്ടുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഒക്ടോബർ തീർക്കാൻ പറ്റുമെങ്കിൽ അവർ ഒക്ടോബർ തീർക്കാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പീഡിലായിരിക്കും പോകുന്നത്. നമ്മൾ അത്രയും സ്പീഡൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നാലും കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് പഠിച്ചവർക്കൊക്കെ അറിയാം, നമ്മൾ ഡിസംബർ കൊണ്ട് ടോപ്പിക് എല്ലാം തീർത്തായിരുന്നു. ഇപ്പം നമുക്ക് ജാനുവരി ഫെബ്രുവരിയിൽ നമുക്ക് എന്തായാലും ഞാനൊരു ഡിസംബർ 15 കൊണ്ട് തീർക്കാം. എന്നിട്ട് വീണ്ടും ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു തരും. +1 പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക മാത്രമല്ല, ഒന്നുകൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം എടുത്തു തരും. ഒരു പ്രാവശ്യം കൂടെ പഠിപ്പിക്കും. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാനുവരി ഒരു 5 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നമ്മൾ ചെയ്യിക്കും. 1000 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങളെ ചെയ്യിക്കാതെ പരീക്ഷയ്ക്ക് വിടത്തില്ല. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻ്റ് ആവും. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ലെവലാകും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ പോകാം. ഓക്കെ ആണല്ലോ? ഇത്രയുമേ ഉള്ളൂ ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് പറയാനായിട്ട്. പിന്നെ ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ല, ഇപ്പം ഓൾമോസ്റ്റ് ഒരു കണക്കെടുത്ത് 8, 18, 26, 36, 38, 38, 6, 44, 8, 52, 52, 7, 59, 61, 71, 81, ഏകദേശം ഒരു 100 ഡെറിവേഷൻ അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിന് ഫുള്ള് പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാം കൂടി കൂടിപ്പോയി 30-35 ഡെറിവേഷനേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഡെറിവേഷൻ നമുക്ക് ഈ തവണ പഠിക്കാനുണ്ട് എന്നുള്ളതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് തമാശയായിട്ട് എടുക്കരുത്. ആദ്യം തന്നെ പഠിച്ച് ആദ്യം തന്നെ ഇതിനകത്തൊരു പ്രശ്നം ഡെറിവേഷൻസ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചു, അടുത്ത ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ഡെറിവേഷൻ നോക്കുമ്പോൾ ഈ ഡെറിവേഷൻ എല്ലാം മറന്നു പോകും. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. റെപ്പറ്റീഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നൊരു ഡെറിവേഷൻ പഠിച്ചു, നാളെ രാവിലെ ആകുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, നാളെ വൈകിട്ട് വരുമ്പോൾ വീണ്ടും ഒന്ന് ഓർത്ത് നോക്കുക, സാറ്റർഡേ ആകുമ്പോൾ ഒരു വീക്കിലി റിവിഷൻ ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻസ് ഓർത്തിരിക്കത്തുള്ളൂ. നമുക്ക് അടുത്ത 1 വർഷക്കാലത്തേക്ക് ഈ ഡെറിവേഷൻ ഓർത്തിരിക്കണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്തുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു, നല്ല പുട്ടുപോലെ ഒരു 20 സ്റ്റെപ്പുള്ള സാധനം ഞാൻ 8 സ്റ്റെപ്പിലും 10 സ്റ്റെപ്പിലും തീർത്ത് തരും. ഒരു ട്രിക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കും. അപ്പോൾ ഈ ട്രിക്ക് വെച്ച് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഈ സാധനം മാക്സിമം ഒരു 3 ദിവസം വരെ ഓർക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിക്കകത്തിട്ട് ഈ സാധനം കയറ്റണം. അപ്പോൾ ലോങ് ടൈം മെമ്മറിക്കകത്തോട്ട് ഈ സാധനം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ വർഷാവസാനം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തലോടി വിട്ടാൽ മാത്രം മതി, എല്ലാം സെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. പിന്നെ ഡയറക്റ്റായിട്ട് ഡെറിവേഷൻ ചോദിക്കും എന്നുള്ളൊരു മനസ്സോടെ ഒന്നും പരീക്ഷയ്ക്ക് പോയി ഇരിക്കരുത്. ഡയറക്റ്റായിട്ട് ഡെറിവേഷൻ ചോദിക്കില്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ തവണ ഒരു 10 ഡെറിവേഷനോളം ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 10 അല്ല 8 ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഡെറിവേഷൻ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പിള്ളേർ കഴിവ് എന്താ എന്നൊക്കെയുള്ള കണ്ടത്. സിംപിളി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ്
ആപ്ലിക്കേഷൻ എഴുതി ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ആ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് പിള്ളേർക്ക് പലർക്കും കൺഫ്യൂഷൻ വന്നു, ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന്. അതൊക്കെയാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി പോയത്. കുറേ പേർക്ക് ഇച്ചിരി പാടാനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പം ഈ ഒരു ഫ്രെയിം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ? ഈ ഒരു ഫ്രെയിം ഓക്കെ ആണോ? അഭിരാമിന് ഓക്കെ ആണോ? അഭിരാമിന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാർ. യെസ്. ഓക്കെ. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നും എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്നോട് പറയാം കേട്ടോ. ഒരു 1, 2, 3, 10 തവണ പറഞ്ഞു തരുന്നതിന് എനിക്ക് പ്രശ്നമില്ല, എൻ്റെ പണിയാണിത്. ഓക്കെ, അഭിരാമിനോടാണേ. ഓക്കെ സാർ. ഓക്കെ. അടുത്തത് ഏബൽ ഓക്കെ ആണോ? ഏബലെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. ഓക്കെ, ലോവിസ്. യെസ് സർ. ഓക്കെ, ഏഞ്ചലീന ഉണ്ടോ? യെസ് സർ. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയെടുത്തോ? ഈ കൺസെപ്റ്റ്? യെസ് സർ. ഓക്കെ, എന്തായാലും കെമിസ്ട്രിയുടെയും കൂടെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു രീതി ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ലെഫ്റ്റ് ആവണ്ട, നോക്കിയോ. കെമിസ്ട്രിയുടെയും കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് നോക്കിക്കോളൂ. കെമിസ്ട്രിയുടെയും കൂടെ നോക്കിക്കോളൂ. കെമിസ്ട്രി നമുക്ക് രണ്ട് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ഈ കെമിസ്ട്രിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു പാറ്റേൺ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ നോട്ട്സും ഒക്കെ ഞാനൊരു പാറ്റേണിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാറ്റേണിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻസ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റും. അതിന് ട്രിക്ക് വെച്ചിട്ടാണ് പറയുന്നത്. റിയാക്ഷൻ ഒന്നും നമുക്ക് എൻ്റെ ഇതിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിലെ ട്രിക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ നോട്ട്സിനകത്തുണ്ട്. അപ്പം കെമിസ്ട്രിയുടെ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, നോക്കിക്കോളൂ. കെമിസ്ട്രിക്ക് നമുക്ക് 2 ഇതാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഓർഗാനിക്കും, ഒന്ന് ഇനോർഗാനിക്കും. ഓർഗാനിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം കെമിസ്ട്രി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നവർക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താണ് ഓൾറെഡി അടുത്ത വർഷം ഏതൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ആദ്യം പഠിക്കാനുള്ളത് ഹാലോ ആൽക്കേൻ, അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യമൊന്നും പറഞ്ഞതാണ്. ഹാലോ ആൽക്കേൻ, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, അയച്ചു തരാം. ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അലീൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹാലോ അലീൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കഹോൾ, ഫീനോൾ, ഈതേഴ്സ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ്, അടുത്തത് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അമീൻസ് ആണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ബയോമോളിക്യൂൾസ് ആണ്. ഇനി ഇതെന്താന്ന് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. ഇനോർഗാനിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ ശരിക്കും സൊല്യൂഷൻസ് ആണ്. പല ടീച്ചർമാർ ആ ഓർഡറിലല്ല എടുക്കുന്നത്. സൊല്യൂഷൻസ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇത് തോന്നിയ പോലെ പഠിപ്പിക്കാൻ കേട്ടോ. ഏത് വേണമെങ്കിൽ ഏത് സെലക്ട് ചെയ്തോ, ഏത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പഠിപ്പിക്കാം. ഒരു ബന്ധമില്ല, തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ചാപ്റ്റർ. എന്നാൽ ഈ സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും ഒക്കെ തമ്മിൽ ചിലപ്പം കുറച്ച് ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി. അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ്. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ ഓർഗാനിക് കെമിസ്ട്രി പോലെ നെയിമിങ്ങും ഐസോമർസും ഒക്കെ ഉള്ള കൺസെപ്റ്റാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഒക്കെ 10 മാർക്കിൻ്റെ ചോദ്യം അതിനകത്തുനിന്ന് വരുന്നത്. ആകെ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിൽ 10 മാർക്കിൻ്റെ ചോദ്യം അതിനകത്തുനിന്നാണ്. 10 മാർക്കിൻ്റെ ചോദ്യം ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. മനസ്സിലായി? അപ്പം തന്നെ 20 പോയി. ബാക്കി ഒരു 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓർഗാനിക്കിൽ നിന്നാണ്. 35-55, ബാക്കി 15 മാർക്കിൻ്റെ ഉള്ളൂ ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. മനസ്സിലായത്? ശ്രദ്ധിച്ചോണം. അപ്പം ഓരോ മാർക്കിൻ്റെ വെയിറ്റേജും ഓരോ ഇതുമുണ്ട്, അത് വെച്ച് വേണം നമ്മൾ നോക്കാൻ വേണ്ടി. സൊല്യൂഷൻ. പിന്നെ നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്. അപ്പം ഇതിൻ്റെ ബന്ധം എന്താ വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറഞ്ഞില്ലേ, ഒരു 300 to 350 റിയാക്ഷനോളം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 300 to 350 റിയാക്ഷൻ നമ്മൾ എങ്ങനെ പഠിച്ചു നോക്കും? കഴിഞ്ഞ വർഷം ആകെ 2 ചാപ്റ്റർ ഓർഗാനിക് ഉള്ളായിരുന്നു. അതിലാകെ പഠിക്കാനുള്ളൊരു 30 റിയാക്ഷനായിരുന്നു. ആ 30 റിയാക്ഷൻ പോലും ഓർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത നമ്മൾ 300 to 350 റിയാക്ഷൻ വരെ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും?
എന്നുള്ളത് ഒരു വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കുന്ന സമയത്ത് അത് നമുക്ക് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആ സ്റ്റഡിങ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഒരേ മോഡലിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഹാലോ ആൽക്കേൻ ഹാലോ അലീൻസ് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതും ഇതുവരെയുള്ള ചാപ്റ്റർ മൊത്തം എല്ലാം ബോണസാണ്, പോക്കറ്റിൽ കൃത്യം കിട്ടും. അത് പക്ഷേ സ്കൂളിൽ ആ രീതിയിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചിലപ്പം ഞാൻ പറയുന്ന പാറ്റേണൊന്നും ആയിരിക്കത്തില്ല പഠിക്കും. ഞാനത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പാറ്റേണാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു ചാപ്റ്റർക്ക് ഹാലോ ആൽക്കേൻ ഹാലോ അലീൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കണക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് കൺസെപ്റ്റേ ഉള്ളൂ. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്നാണ് സൊല്യൂഷൻ. നമുക്ക് 9 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്താ, പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഉണ്ടായി, ഉപ്പെടുത്ത് വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടായി. അങ്ങനെയൊന്നും അല്ല. 9 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഗ്യാസും തമ്മിൽ സൊല്യൂഷൻ ഉണ്ടാവാം, ഗ്യാസും സോളിഡും തമ്മിൽ സൊല്യൂഷൻ ഉണ്ടാവാം, ഗ്യാസും ലിക്വിഡും തമ്മിൽ സൊല്യൂഷൻ ഉണ്ടാവാം, സോളിഡും ലിക്വിഡും, സോളിഡും ഗ്യാസും, സോളിഡും തമ്മിൽ, ഈവൻ സോളിഡും തമ്മിൽ സൊല്യൂഷൻ. അങ്ങനെ 9 ടൈപ്പ് സൊല്യൂഷൻസിനെ പറ്റി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള 2 സൊല്യൂഷനെ പറ്റിയാണ്. അവിടെ കുറേ ലോസ് പഠിക്കാനുണ്ട്. ഹെൻറീസ് ലോ, അതായത് ഈ സോഡ പൊട്ടിക്കുന്ന ലോ എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ. നമ്മൾ ശ്വസിക്കുന്നത് ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ റോൾസ് ലോ, അതിൻ്റെ കുറേ ഗ്രാഫുകൾ, ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. ഞാനൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് പഠിച്ചാൽ മാത്രം മതി, എല്ലാം കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് പിന്നെ ഓൾറെഡി എന്താണ്, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ ഇലക്ട്രോളിസിസിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. എന്താ, ആനോഡ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, എങ്ങോട്ട് പോകുന്നു, ഇലക്ട്രോലൈറ്റ് എന്താണ്, ഇലക്ട്രോളിസിസ് എങ്ങനെ നടക്കുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെയാണ്. അതിന് കുറച്ചുകൂടെ അഡ്വാൻസ് വെർഷൻ. കെമിക്കൽ കൈനറ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഫിസിക്സിൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നു. എന്തായിരുന്നു, ഓട്ടം, ചാട്ടം, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, അങ്ങനെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു അതിനകത്ത് പഠിച്ചത്. ഇത് മോളിക്കുലാർ ലെവലിൽ നടക്കുന്ന ഓട്ടവും ചാട്ടവും. മോളിക്കുലാർ ലെവലിൽ ഒരു മോളിക്കൂൾ എത്രയും പെട്ടെന്ന് വേറൊരു മോളിക്കൂൾ ഇടിച്ച് പുതിയ റിയാക്ഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ സ്പീഡ് എന്താണ്, അങ്ങനെയുള്ള അതിൻ്റെ റേറ്റ് എന്നാണ് ശരിക്കും പറയുന്നത്. അവിടെ സ്പീഡ് എന്ന് പറയില്ല, റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആ കെമിക്കൽ ലെവലിൽ, മോളിക്കുലാർ ലെവലിലുള്ള മോഷൻ, അതായത് മോളിക്യൂൾസിൻ്റെയൊക്കെ മോഷനെ പറ്റി അവിടെ കുറേ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിനകത്ത് പറയുന്നത്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, കെമിസ്ട്രിയുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ബാക്ക് ബോൺ ആണെങ്കിൽ നമ്മുടെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ഒരു ബാക്ക് ബോൺ ആണ് ഈ ഇനോർഗാനിക്കിനകത്ത് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹീമോഗ്ലോബിൻ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്, ക്ലോറോഫിൽ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അതേപോലെ തന്നെ പല നമുക്ക് നമ്മുടെ ശരീരത്തെ പല ബയോമോളിക്യൂളുകൾ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ്. മനസ്സിലായി, ബയോമോളിക്യൂളുകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റാണ് ഉദ്ദേശം. ബയോമോളിക്യൂൾ ശരിക്കും കൂടുതൽ ഓർഗാനിക് കോമ്പൗണ്ടുകളായിരിക്കും. അതിനകത്ത് ചില സാധനങ്ങളൊക്കെ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഹീമോഗ്ലോബിൻ അറിയാലോ, നമുക്ക് ഓക്സിജൻ നമുക്ക് എല്ലാ സെൽസിലെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഹാൻഡ് നല്ല രീതിയിൽ അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് ശരിക്കും ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. പിന്നെ നമുക്കവിടെ എന്താണ് ഒത്തിരി ആപ്ലിക്കേഷൻസ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ഐസോമറിസം പഠിക്കാനുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, അതിൻ്റെ നെയിമിങ് ചെയ്യാനുണ്ട്. അവിടെയും കുറേ നമ്മൾ IUPAC നെയിമിങ് പോലെ ഇവിടെ അതേപോലെ തന്നെ കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് വെർണർ തിയറി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം, അത് വെച്ചിട്ടാണ് നമ്മൾ നെയിമിങ് ഒക്കെ ചെയ്യുക. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് N2, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് O2 ഒക്കെ നമ്മൾ വരച്ചായിരുന്നു. അപ്പം ആ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് മുമ്പ് 2 തിയറി ഉണ്ടായിരുന്നു, വാലൻസ് ബോണ്ട് തിയറിയും അതേപോലെ തന്നെ എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി. ആ ക്രിസ്റ്റൽ ഫീൽഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല പ്ലസ് 1. വാലൻസ് ബോണ്ടിനെ പറ്റി ചെറുതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ആ വാലൻസ് ബോണ്ട് തിയറിയുടെ ഡീറ്റെയിൽ കൺസെപ്റ്റ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ കൺസെപ്റ്റ്, അതേപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ നമുക്ക് പഠിക്കാനില്ല, ഓൾറെഡി പ്ലസ് 1 പഠിച്ചുകൊണ്ട് ഇവിടെ പഠിക്കാനില്ല. ഓക്കെ ആണല്ലോ. പിന്നെ D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തെ ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് 12 ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്കാൻഡിയം തൊട്ട് ഇപ്പുറത്ത് സിങ്ക് വരെയും അതിൻ്റെ താഴോട്ട്, ആ സ്കാൻഡിയത്തിൻ്റെ താഴോട്ടും സിങ്ക് അപ്പുറത്ത് തൊട്ട് സിങ്കിൻ്റെ താഴോട്ടുള്ള ആൾക്കാർ അവിടെ വരുന്നതിനെയാണ് നമ്മൾ D ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് 2 ആൾക്കാരെ 71 തൊട്ടുള്ള ആൾക്കാർ F ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർ ലാന്ത്രനോയിഡ്സ്, ആക്ടിനോയിഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആണ്, ഫുൾ റീസണിങ് ആണ് പഠിക്കുന്നത്. എന്തുകൊണ്ട് അയോൺ ആകുന്നു, എന്തുകൊണ്ട് എന്താണ് ഇത് ഫോം ചെയ്യുന്നു, എന്താ
കാറ്റലിസ്റ്റ് ആയിട്ട് ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ യൂസ് ചെയ്യുന്നു. എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന് എന്തുകൊണ്ടാണ് ആ ഡി ബ്ലോക്ക് എലമെന്റ്സിന് അവിടെ കൊടുക്കാതെ നേരെ താഴെ കൊടുത്തത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് KMnO4 എന്ന് പറഞ്ഞ ഒരാളിനെ പറ്റി നമ്മൾ ഇടയ്ക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആൽക്കലൈൻ KMnO4. അതേപോലെ K2CR പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും അതിൻ്റെയൊക്കെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയും ഒക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒത്തിരി റിയാക്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും നമുക്ക് ഈ കാണാപ്പാടം പഠിക്കാൻ പറ്റത്തില്ല. അതിനൊരു ഐഡിയ ഉണ്ട്, ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കൊക്കെ വെച്ചിട്ട് നമുക്കത് പഠിച്ച് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര പഠിപ്പികളാണെന്ന് പറഞ്ഞാലും എത്ര ബുദ്ധിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും മറന്നു പോകും, മനുഷ്യനാണല്ലോ. അപ്പോൾ അത് നമ്മൾ റിലേറ്റ് ചെയ്ത് ഒരു ട്രിക്കൊക്കെ വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു 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 ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫിസിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കണക്ഷൻ ഓർത്ത് വെക്കണം. കെമിസ്ട്രിയുടെ ഇതാണെന്നല്ല, കെമിസ്ട്രി പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കുമ്പോഴേ അതിൻ്റെ ഫ്രെയിം ഞാൻ തരുള്ളൂ. അപ്പം കെമിസ്ട്രി കഴിഞ്ഞ വർഷത്തെ പോലെയല്ല കേട്ടോ, കെമിസ്ട്രി നല്ല ബുദ്ധിമുട്ടാണ്. ഫിസിക്സ് അതിലേറെ ബുദ്ധിമുട്ടാണ്. ഫിസിക്സിനകത്ത് ഡെറിവേഷൻസ് അറിയാമല്ലോ. മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം ഈ +2-ൽ ഫിസിക്സിനകത്താണ് മാർക്ക് കിട്ടാൻ എളുപ്പം. കാരണം ഡെറിവേഷൻസ് ഒക്കെ എന്തായാലും ചോദിക്കും. ഇത് ചോദിക്കുന്ന സമയത്ത് റിയാക്ഷൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പം പലപ്പോഴും പലരും ചെയ്യുന്നത് ഇനോർഗാനിക് വ്യക്തമായിട്ട് നമുക്ക് പഠിച്ചിട്ട് പോകും. ഓർഗാനിക് ഒക്കെ എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവർ സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ക്വസ്റ്റിനകത്തൊക്കെ വീഴും. അപ്പം ഇതങ്ങ് പഠിക്കും. ഇത് എല്ലാം നമുക്ക് ഇച്ചിരി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. എന്നാലും ഈ ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. ഇലക്ട്രോ കെമിസ്ട്രി അത് സൊല്യൂഷനകത്തൊക്കെ കൺസെപ്റ്റാണ് ഫുള്ള്. നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കൺസെപ്റ്റുകൾ നമ്മൾ ഈ സൊല്യൂഷനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടും അതുപോലെ തന്നെ വളരെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനോർഗാനിക് ഒക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ഒന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ സൊല്യൂഷൻ, ഡി ബ്ലോക്ക്, കെമിക്കൽ കൈനറ്റിക്സ്. ഇങ്ങനെയാണ് ആ ഒരു മാർക്കിങ്ങിൻ്റെ പാറ്റേൺ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഏറ്റവും വലിയ ചാപ്റ്റർ, ഇനോർഗാനിക്കിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് അത്. പിന്നെ ഹാലോ ആൽക്കൈൻ, ഹാലോ അലീൻ, പിന്നെയുള്ളൂ ആൽക്കോഹോൾ, ഫീനോൾസും, അമീൻസും. ഓക്കെ, ബയോമോളിക്യൂൾസ് ഒക്കെ നമുക്ക് ബയോമോളിക്യൂൾസിനകത്ത് ഒത്തിരി സ്ട്രക്ചർ വരയ്ക്കാനുണ്ട്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ, ഗാലാക്ടോസ്, സൂക്രോസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്കവിടെ പഠിക്കാനുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രി ഫുള്ള് ഈ വർഷം ഫുള്ള് ട്രിക്കാണ്. ട്രിക്ക് വെക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഫിസിക്സ് നിങ്ങൾ ഇത്രയും ഡെറിവേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇവിടെ ഓൾറെഡി അഭിരാം പുതിയതായോട് പറയുകയാണ്, നമുക്ക് ബ്രഷപ്പ് ചെയ്യാൻ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇപ്പോൾ ടോപ്പിക്ക് വിട്ടുപോയി, ഒന്നുകൂടെ എടുക്കുന്നതിന് പകരം നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അത് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ ഓൾറെഡി എല്ലാം വെവ്വേറെ ആക്കിയിട്ടുണ്ട്. 3 മിനിറ്റിൻ്റെ വീഡിയോ, 4 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മാത്രം മതി. ഞാൻ പഠിപ്പിക്കുന്ന സാധനം പഠിച്ചാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ നോട്ടിനകത്തുള്ള ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ കൺസെപ്റ്റിന് അപ്പുറത്തോട്ടൊരു ചോദ്യം നിങ്ങൾക്ക് CBSE ഉണ്ടാവില്ല. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും. കെമിസ്ട്രി ഈ തവണ ഫിസിക്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കെമിസ്ട്രി 38 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 38 ക്വസ്റ്റ്യൻസും നമ്മുടെ ഇവിടെ റിവിഷൻ ക്ലാസ്സിലൊരു 4-day റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ റിവിഷൻ ക്ലാസ്സിൽ എൻ്റെ ഒരു 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 60 ക്വസ്റ്റ്യനിൽ 38 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ആ ഫൈനൽ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തോട്ട് ഒരു ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എന്നെ വിശ്വസിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനകത്ത് പറയാനായിട്ട്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി തരുക